ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരപ്പൂവിൻ വരാതിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സച്ചിയും രേവതയും പിണക്കത്തിലായതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലും ചെറിയ ചെറിയ താല്പര്യക്കുറവ് തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലേ ചെമ്പരപ്പൂവിന് കാണണോ വേണ്ടയോ എന്നൊക്കെ. അതുപോലെ ഇഷ്ടംപോലെ കമൻറ്റുകൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ തന്നെ വരാറുണ്ട്. ഞാനാകെ ബോറടിച്ചു തുടങ്ങി സച്ചിയുടെ രേവതിയുടെ പിണക്കം, സച്ചിക്ക് രേവതിയുടെ സത്യാവസ്ഥ തുറന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ തന്നെ ചിലർ പറയുന്നത് ഇനി ഞാൻ ചെമ്പരപ്പൂ കാണുന്നതേ നിർത്തി എന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങളെ നിർത്തുമൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു പിണക്കത്തിനിടയിൽ നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുകൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല ചെറിയ വികൃതികളൊക്കെ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കായിട്ട് ഒപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെ ഈ ഒരു ഇമോഷണലായ ഭാഗത്തിൻ്റെ ഇടയ്ക്കും അവർ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആരും തന്നെ മിസ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചെമ്പരപ്പൂ കാണുക. മാത്രമല്ല കൂടെ തന്നെ എൻ്റെ റിവ്യൂ കൂടെ ഒന്ന് കേൾക്കണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്കിതുപോലെ വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വലിയ കാര്യമായിട്ട് നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല, ആ വീഡിയോയിലേക്ക് തന്നെ കിടക്കാട്ടോ. നമ്മുടെ സച്ചി രേവതിയുടെ പിണക്കത്തിലിടയ്ക്ക് നടക്കുന്ന നല്ല അടിപൊളി ഒരു എപ്പിസോഡ് വരുന്നുണ്ട്. അതായത് നമ്മുടെ സച്ചിക്ക് ഒരു ഓട്ടം കിട്ടുന്നത് ഒരു പാർട്ടി ഓഫീസിലേക്കാണ്. അവിടുത്തെ നേതാക്കന്മാരിൽ ഒരാൾ സച്ചിയുടെ സുഹൃത്താണ്. ഈ ഒരു സമയത്ത് സച്ചിയെ കാണുമ്പോഴത്തേക്കും അദ്ദേഹം വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചിയുടെ സുഹൃത്ത് സച്ചിയോടായിട്ട് പറയുകയാണ്, ഞങ്ങളിവിടെ 500 പേരെ കല്യാണം നടത്തുന്നുണ്ട്, അതും ദാരിദ്ര്യരേഖയിൽ താഴെയുള്ള പെൺകുട്ടികളുടെ കല്യാണമാണ് നടത്തി കൊടുക്കുന്നത്, എല്ലാ ചെലവുകളും പാർട്ടി തന്നെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ പാർട്ടിയിലെ മുതിർന്ന നേതാവ് ഇദ്ദേഹത്തെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. വേഗം തന്നെ സച്ചിയെ കൂട്ടിക്കൊണ്ട് ഇദ്ദേഹം അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഈ എല്ലാ കാര്യങ്ങളും ഓക്കെയാണല്ലോ, കല്യാണം നാളെ കഴിഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് സാറേ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ആളുകളും തികഞ്ഞിട്ടുണ്ട്, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് 500 പൂമാലകൾ കെട്ടിത്തരാമെന്ന് പറഞ്ഞിരുന്ന പയ്യൻ അവൻ വേറൊരു പെൺകുട്ടിയുടെ കൂടി ഒളിച്ചോടിപ്പോയി, അതുകൊണ്ട് നമ്മൾ 500 പൂമാലകൾ ഓർഡർ ചെയ്ത് അത് ക്യാൻസൽ ആയിപ്പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ദേഷ്യം അടക്കാനാകുന്നില്ല. വേഗം തന്നെ സച്ചിയുടെ കൂട്ടുകാരൻ്റെ ഷോൾഡറിനെ കുത്തിപ്പിടിച്ചിട്ട് നിനക്ക് നേരത്തെ ഒന്നും പറയാൻ പാടില്ലായിരുന്നോ, ഇങ്ങനെയുള്ളവനെയൊക്കെയാണ് പൂമാല കെട്ടായിട്ട് ഏൽപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് ഇദ്ദേഹം വേഗം പറയാണ്, സാർ ഇതെൻ്റെ കൂട്ടുകാരൻ സച്ചി, ഇവൻ്റെ ഭാര്യ നന്നായിട്ട് പൂമാല കെട്ടും, 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഇവൻ്റെ ഭാര്യ പൂമാല കെട്ടിത്തരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേഗം തന്നെ ഈ ഒരു പാർട്ടിയിലെ മുതിർന്ന നേതാവ് സച്ചിയോടെ ചോദിക്കുന്നുണ്ട്, എന്താ 2 ദിവസത്തിനുള്ളിൽ പൂമാല കെട്ടിത്തരാൻ സാധിക്കും നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പിന്നില്ല തീർച്ചയായിട്ടും കെട്ടിത്തരാം സാർ, ഈ ലോക്കലിൽ ഏറ്റവും നല്ല പൂമാല കെട്ടുന്നത് എൻ്റെ ഭാര്യയാണെന്നൊക്കെ സച്ചി രേവതിനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയാം കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്ത് 20,000 രൂപ ടോക്കണും നമ്മുടെ സച്ചിക്കായിട്ട് ഈ നേതാവ് കൊടുക്കുകയാണ്. അതായത് 2 ദിവസത്തിനുള്ളിൽ 500 പൂമാല കൊണ്ടുതരികയാണെങ്കിൽ ബാക്കി പൈസ റെഡി ക്യാഷ് ആയിട്ട് കയ്യിലേക്ക് തരുമെന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപയുടെ ഓർഡറാണ് നമ്മുടെ സച്ചി ആ ഒരു സമയത്ത് പിടിക്കുന്നത്. ഈ ഒരു വിവരം വീട്ടിലേക്ക് വന്ന് പറയുന്ന സമയത്ത് ആദ്യം രേവതി വിശ്വസിക്കുന്നില്ല കേട്ടോ. എന്നിരുന്നാലും നമ്മുടെ സച്ചി ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയുന്ന സമയത്ത് 2 ദിവസം കൊണ്ട് ഞാൻ തന്നെ എങ്ങനെ പൂമാല കെട്ടിത്തരും, അതുകൊണ്ട് തന്നെ 2-3 ചേച്ചിമാർ, എനിക്കറിയാവുന്ന 2-3 പൂക്കാരി ചേച്ചിമാരുണ്ട്, അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, മാത്രമല്ല ദേവുവിനെ കൊണ്ടുവരണം, എല്ലാവരും കൂടെ കൂടിയിരുന്നാൽ മാത്രമേ പൂമാല കെട്ടിത്തീരുകയുള്ളൂ എന്നൊക്കെ രേവതി പറയുകയാണ് കേട്ടോ. ഇത് കൂടാതെ പൂക്കളൊക്കെ മേടിക്കാൻ പോകാനായിട്ട് ഒരു ടാക്സിക്കാരന്റെ ആവശ്യമുണ്ട് എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും ദേവി പറയുകയാണ്, അതിനിപ്പോൾ ഇതിനെ പുറത്തുനിന്ന് ടാക്സിക്കാരൻ, വീടിൻ്റെ ഉള്ളിൽ തന്നെ ടാക്സിക്കാരനുണ്ടല്ലോ, സച്ചിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറയുകയാണ്. അങ്ങനെ സച്ചി രേവതിയുടെ പൂക്കളൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്ത് ഇവർ തമ്മിൽ ചെറിയ ചെറിയ അടിപൊളി എപ്പിസോഡുകളൊക്കെ വരുന്നുണ്ട്. അതിന്റെ വിശദമായ വീഡിയോ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ പോയി കാണാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് പൂക്കളൊക്കെ മേടിച്ചിട്ട് വരുന്ന സമയത്ത് ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. 2-3 തവണയൊക്കെ ആയിട്ടാണ് സച്ചി ഓട്ടോയ്ക്ക് പോയിട്ട് വരുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയ്ക്കും ശ്രുതിക്കൊന്നും ഒട്ടും പിടിക്കുന്നില്ല. കാരണം ഒറ്റയടിക്ക് തന്നെ രേവതി ലക്ഷപ്രഭു ആവാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് 3 പേരും തമ്മിൽ മാറി മാറി സംസാരിക്കുന്നുണ്ട്. എന്നാൽ വർഷ വരുന്ന സമയത്ത് വർഷയ്ക്ക് ഭയങ്കര സന്തോഷം. വർഷ പറയുകയാണ്, ചേച്ചി വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു അമ്പലത്തിലേക്ക് കയറിയ പ്രതീതിയാണ്, മാത്രമല്ല നല്ല പൂക്കളുടെ മണം, രേവതി ചേച്ചി ഞാനും പൂക്കെട്ടാൻ പഠിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനെന്താ വർഷ ഇവിടെ ഇരുന്നോളാനായിട്ട് രേവതി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചന്ദ്ര തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷ പറയുകയാണ്, ആൻറ്റി ഞാൻ രേവതി ചേച്ചിയുടെ കൂടെ ഇരുന്നുകൊണ്ട് പൂ കെട്ടാൻ പഠിക്കട്ടെ, ആൻറ്റിക്ക് കാണോ, ആൻറ്റി ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞതുകൊണ്ട് തന്നെ ചന്ദ്ര അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പൂക്കൾ കിട്ടുന്ന രീതിയൊക്കെ വർഷയെ പഠിപ്പിക്കാനായിട്ട് രേവതി ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷയ്ക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ഒരുപാട് പൂക്കളെല്ലാം തന്നെ പിഞ്ചി പോകുമെന്നല്ലാതെ വേറെ ഗുണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് അപ്പോൾ രേവതി പൂക്കളെ കെട്ടുന്ന കാണുമ്പോഴത്തേക്കും എല്ലാം മറന്നുകൊണ്ട് തന്നെ ചന്ദ്ര രേവതി പൂക്കൾ കെട്ടുന്ന ആസ്വദിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇത് എങ്ങനെയാണ് കെട്ടാൻ ശ്രമിക്കുന്നത് എന്നും കൂടി നമ്മുടെ ചന്ദ്ര പഠിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ഭാഗം, അതായത് നമ്മുടെ രേവതി വർഷയാണ് പൂ കെട്ടാൻ പഠിപ്പിക്കുന്നതെങ്കിലും അത് നോക്കി കണ്ടുപിടിക്കേണ്ട ചന്ദ്രയെ അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.